ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ 8 o'clock ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ശ്രീനിയേട്ടൻ്റെ കഞ്ഞിക്കടയിൽ കഞ്ഞി കുടിക്കാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പം കട ക്ലോസ്ഡ് ആയിരുന്നു. ആകെ സൺഡേ മാത്രമേ ക്ലോസ്ഡ് ഉള്ളൂ. പക്ഷെ ഇന്ന് ഞങ്ങൾ തിങ്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇന്ന് എന്താ ക്ലോസ് ആവാൻ കാരണം നോക്കിയപ്പോഴാണ് ഇന്ന് മെയ് 1-ാം തീയതി അതാണ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പറ്റാത്ത വിഷമം കൊണ്ട് ഞങ്ങൾ പിന്നെ ജോസേട്ടൻ സിനിമ കമ്പനി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഞങ്ങൾ അകത്തേക്ക് ചെന്നപ്പം കണ്ടത് എന്താണെന്നറിയോ, ഫുള്ളും ആണെങ്കിൽ സിനിമ പോസ്റ്റേഴ്സ് ആണ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിലെല്ലാം ഒരു സിനിമാറ്റിക് ആണ്. നമ്മൾ ആക്ഷൻ കട്ട് പറയുന്ന ഒരു ബോർഡ് ഉണ്ടല്ലോ, അതിലാണ് മെനു വെച്ചിരിക്കുന്നത്. എന്ത് വെറൈറ്റി ആണല്ലേ. എന്തായാലും ഇച്ചൂട്ടൻ്റെ സൈസിലുള്ള ചെയർ കിട്ടിയോണ്ട് അവൻ കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പറ്റി. ഇനി കൂടുതൽ ഞാൻ സംസാരിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. എന്തായാലും ഫുഡ് എത്തി. ഇനി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എക്സിബിഷനിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ എത്തി. ഞാൻ നോക്കിയപ്പോൾ ഇത്രയും രാവിലെ എത്തിയോണ്ട് എന്തായാലും തിരക്കൊന്നും കാണില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഗംഭീര തിരക്കാണ്. പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരെ എൻട്രൻസിൽ ഇറക്കിയിട്ട് ഞാനും ഇച്ചാനും കൂടി പാർക്കിംഗ് തപ്പിപ്പോയി. അങ്ങനെ ആദ്യം തന്നെ എക്സിബിഷൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ മാറ്റും പില്ലോയും സോഫ കവറും ബെഡ്ഷീറ്റും ഒക്കെയായിരുന്നു ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പം അത്യാവശ്യമില്ലാത്ത സാധനം ആയതുകൊണ്ട് അവിടുന്ന് നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ആകെ സ്റ്റക്ക് അടിച്ച് അവിടെ നിൽക്കും. പിന്നെ ഇച്ചാൻ ഓടി വന്നിട്ട് എൻ്റെ കൈയും പിടിച്ച് വലിച്ചോണ്ട് എന്നെ കൊണ്ടുപോകുന്നത് അവിടുന്ന്. എന്നിട്ട് ഇച്ചാൻ എന്നോട് പറയുകയാണേ, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നിന്നോട് പറഞ്ഞതല്ലേ, നമ്മൾ ജസ്റ്റ് എക്സിബിഷൻ കാണാൻ വന്നതാ, ഇവിടെ നിന്ന് ഒന്നും മേടിക്കാൻ നിൽക്കേണ്ട, ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാ മേടിക്കാതിരിക്കുക. വെറൈറ്റി ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട്. ഫർണിച്ചറിന് തന്നെ ഒരു സെപ്പറേറ്റ് സ്റ്റോള് തന്നെ ഉണ്ട്. അയ്യോ, അടുത്ത സെക്ഷൻ എബിമോന്റെ സെക്ഷൻ ആണല്ലോ. ഫുള്ളും ടോയ്സ് അങ്ങ് നിരത്തി വെച്ചിരിക്കുകയാണ്. അത് കണ്ട് എബിമോന്റെ എക്സൈറ്റ്മെന്റ് ഒന്ന് കാണുമായിരുന്നു. അവൻ ഏത് ടോയ് എടുക്കണമെന്ന് അവന് തന്നെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ആണെങ്കിൽ ഒരു പുതിയ ടോയ് കാർ ആണെങ്കിൽ അവന് വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവന് ഇതുവരെയും കാണിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ എക്സിബിഷനിൽ പോയപ്പം ഞങ്ങൾ ഈ കാർ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എക്സിബിഷനിൽ കുറെ ടോയ്സ് ഉണ്ടല്ലോ, അവൻ വാശി പിടിക്കുവാണെങ്കിൽ ഈ ടോയ് എക്സിബിഷനിൽ നിന്ന് മേടിച്ചാന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അവൻ വാശി പിടിച്ചപ്പോൾ ഈ കാർ എടുത്തു കൊടുത്തപ്പോൾ അവൻ ആ കാറ് വേണ്ടാന്ന്. അവൻ ഓൾറെഡി ഒരു ആംബുലൻസ് അവിടെ കണ്ടിട്ടുണ്ട്. അവൻ ആ ആംബുലൻസ് തന്നെ മതിയെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വാശി, പിന്നെ അവിടെ കരച്ചിലായി കൂലായി. പിന്നെ എന്തായാലും ഞങ്ങൾ അവന് അത് മേടിച്ചു കൊടുത്തു. എന്ത് ഭംഗിയാ ഓരോ സാധനങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. കുറേ ഐറ്റംസ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ച് അങ്ങോട്ട് നടക്കുകയായിരുന്നു. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നൊസ്റ്റാലജിക് സെക്ഷന്. അതെന്താ അങ്ങനെ പറയുന്നതെന്നറിയോ, പണ്ടത്തെ വെറൈറ്റി ടൈപ്സ് ഓഫ് മിഠായികളാണ് ഇവിടെ ഉള്ളത്.
പുളിമിഠായി, ഇഞ്ചി മിഠായി, ഗ്യാസ് മിഠായി, പിന്നെ വേറെ കുറേ മിഠായികളൊക്കെ ഉണ്ട്. ചിലതിൻ്റെയൊക്കെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ പിന്നെ ഗ്യാസ് മിഠായിയും പിന്നെ ലോലിപോപ്പ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു, അത് എബിക്കുട്ടിന് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു. വേറൊരു മിഠായി മേടിച്ചു, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ വെറൈറ്റി കളർഫുൾ സോമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ബോക്സസിലൊക്കെ ആണെങ്കിൽ മർഷ്മെലോസും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ലൈറ്റർ കണ്ടത്. ഞങ്ങളുടെ വീട്ടിലെ ലൈറ്റർ ഇപ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ ഇച്ചായും പറഞ്ഞു എന്തായാലും നമ്മുടെ അത് വർക്കാവുന്നില്ലല്ലോ, ഒരു ലൈറ്റർ നമുക്ക് മേടിച്ചാലോ. ഈ ലൈറ്റർ ആണെങ്കിൽ ചാർജബിൾ ആണ്. ഇതാണെങ്കിൽ ഗ്യാസ് കത്തിക്കാൻ മാത്രമല്ല യൂസ്, ഇതാണെങ്കിൽ മെഴുകുതിരി കത്തിക്കാനും അതുപോലെ പേപ്പർ കത്തിക്കാൻ വരെ ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഡെമോ ഒക്കെ കാണിച്ചു തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അത് ലൈറ്ററൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പം വെറൈറ്റി ടൈപ്പ് ഓഫ് കുങ്കുമം ഉണ്ടായിരുന്നു. അതിൽ നിന്നായിരുന്നു ഓറഞ്ച് കളർ ഒരു കുങ്കുമം ഉണ്ടായിരുന്നു. ഓറഞ്ച് കളർ കുങ്കുമൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ റെഡ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഓറഞ്ച് യൂസ് ചെയ്ത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഒരു സ്റ്റോളിലാണെങ്കിൽ മിനിയേച്ചർ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഷോ കേസിൽ വെക്കേണ്ട വെറൈറ്റി ഐറ്റംസും ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. അടുത്ത സ്റ്റോളാണ് ഫുഡ് സ്റ്റോള്. കോളിഫ്ലവർ ഫ്രൈയും മുളക് ബജിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരാ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ചൂട് നന്നായിട്ട് പുറത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അവരവിടെ നിന്നൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഇനിയും നടന്ന് കാണാൻ കുറേ ഉണ്ട്. ഞങ്ങളൊക്കെ ആകെ ടയേർഡായി. ഇനി ഞങ്ങളെ ചാർജ് ചെയ്യാൻ വേണ്ടി ഞങ്ങളതുകൊണ്ട് കോളിഫ്ലവർ ഫ്രൈയും പിന്നെ വാട്ടർമെലൺ ജ്യൂസും ഒക്കെ മേടിച്ചു. എബിക്കുട്ടൻ ആകെ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. അവനാണെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ഒന്നും വേണ്ട. അവൻ്റെ കണ്ണാണെങ്കിൽ അവിടെ നടക്കുന്ന റൈഡിൻ്റെ മുകളിലേക്കാണ്. ഞങ്ങൾ പിന്നെ ഒരു കിളീനെ കണ്ടു. അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഊതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളിയുടെ സൗണ്ട് പുറത്തേക്ക് വരും. ഒരു വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു അത്. അടുത്തത് കുട്ടികളുടെ സെക്ഷനാണ്. എബിക്കുട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയുമാണ്. പിന്നെ ഞങ്ങളുടെ കാശ് പോകുന്ന സ്ഥലവുമാണ്. ചില റൈഡുകൾ ഒരു വട്ടം ഒന്നും അല്ലല്ലോ കയറുന്നത്, 2-3 വട്ടമാണ് കയറുന്നത്. ഒരു റൈഡ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇറക്കാൻ തന്നെ ഭയങ്കര പാടാ. സോ ആദ്യത്തെ റൈഡ് ഡാഡയും മോനും കൂടിയാണ് പോകുന്നത്. ഇത് കണ്ട് ഇച്ചൂട്ടൻ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. പിന്നെ ഇതിലൊന്നും നമുക്ക് അവനെ കയറ്റാനും പറ്റത്തില്ലായിരുന്നു. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. Maybe someday you'll have it your way. Maybe someday it'll all work out. Maybe someday you'll have it your way. Maybe someday it'll all work out. Until then, nope, a nope, a nope, a nope, definitely nope, a nope, nope, a nope. Probably never, ever, 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 ever gonna happen. Oh no. അങ്ങനെ റൈഡൊക്കെ
ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എബിക്കുട്ടൻ ആകെ ടയേർഡുമായി, പിന്നെ വിശപ്പൊക്കെ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു പോപ്കോൺ കൗണ്ടർ കണ്ടു, പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോപ്കോൺ മേടിച്ചു. ചൂട്ടിനും ആകെ ടയേർഡായി, അതുകൊണ്ട് അവനും കിടന്നുറങ്ങി. എക്സിബിഷൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളൊരു യൂട്യൂബറിനെ പരിചയപ്പെട്ടത്. അങ്ങനെ അവിടെ ISROൻ്റെ ഡെമോൺസ്ട്രേഷൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എക്സിബിഷൻ അത്യാവശ്യം നടന്ന് കാണാൻ മാത്രമുണ്ട്. പിന്നെ ഈ മെയ് അവസാനം വരെ എക്സിബിഷൻ ഉണ്ട്. എല്ലാവരും തൃശ്ശൂർ വന്നിട്ട് എക്സിബിഷനൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യുക. ഇച്ചൂട്ടൻ ഉറങ്ങി എണ്ണീറ്റു. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇനി അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം ഇനി ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അപ്പം ഇന്നത്തെ ഈ എക്സിബിഷൻ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.